ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റ് ബാച്ച് ജൂലൈ 5 തുടങ്ങുന്ന കാര്യം ഞാൻ എല്ലാവരിലും എത്തിച്ചിരുന്നു വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. CMA ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന ഒത്തിരി കുട്ടികളുണ്ട്, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്നവർ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ച് മെയിനായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ അറ്റംപ്റ്റിൽ തന്നെ ഡിസംബർ അറ്റംപ്റ്റിൽ തന്നെ സിംഗിൾ ഗ്രൂപ്പ് ആയാലും ബോത്ത് ഗ്രൂപ്പ് ആയാലും ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ക്ലാസ്സും നോട്ട്സും പ്രീവിയസ് ഇയറും MCQസും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ എക്സാം ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ തരിക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. തൊട്ട് മുന്നേ ഞാൻ ജൂൺ 2024 വേണ്ടി ഒരു ബാച്ച് നടത്തിയിരുന്നു. നല്ല ഫീഡ്ബാക്സും ഒരുപാട് സപ്പോർട്ടും ഒരുപാട് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വളരെ ചെറിയ ഫീയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയാം. സോ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇത് ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ എക്സാം അതായത് 31 ഡിസംബർ വരെ ഞാൻ ഇടുന്ന ക്ലാസ്സസിന് വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എക്സാം ആ ഒരു ടൈം വരെയും ഫുൾ ഗൈഡ് ലൈൻസ് എൻ്റെ ഗൈഡ് ലൈൻസിലായിരിക്കും നിങ്ങളുടെ ഇത് പോകുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഗ്രൂപ്പ് വൈസ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം, പെർ സബ്ജക്റ്റ് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം, ബോത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ CMA ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക കേട്ടോ. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അറ്റംപ്റ്റിൽ നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നിങ്ങളെ അഷ്വർ ചെയ്യുകയാണ്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മടി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് കോൺട്രിബ്യൂട്ട്, നിങ്ങളുടെ ടൈം കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് വർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ആവും. നിങ്ങൾ ആലോചിക്കുക, നമ്മളിപ്പോൾ ഇൻ്റർമീഡിയറ്റിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, നമുക്കിതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ആയേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി നമുക്ക് ഫൈനൽസും ഒക്കെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലേ അല്ല, നമുക്കത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വേറെ തന്നെയാണ്. നമ്മുടെ ഒരു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു രീതിയൊക്കെ എൻ്റർലി മാറും. നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ടാവും, നമുക്ക് ജോബുകളൊക്കെ ഒരുപാട് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു അക്കാഡമിക് കോഴ്സിൽ നമുക്ക് കിട്ടുന്ന ജോബിനേക്കാളും എത്രയോ ബെറ്ററാണ് നമുക്ക് പ്രൊഫഷണൽ കോഴ്സിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ലൈഫ് എത്രയും വേഗം സെറ്റിൽ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ ചെറിയ ഏജുള്ളവരുണ്ട്, ഒരു ആവറേജ് മിഡിൽ ഏജ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരുണ്ട്. എനിക്ക് കഴിഞ്ഞ ബാച്ചിലൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു പാഷനായിട്ട് കണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ എൻ്റെ ജേർണി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. വളരെ ചെറിയ മാർക്ക് ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ വർക്ക് ചെയ്തതിൻ്റെ പുറത്താണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ പഠിക്കുവാണ്, ഞാനും ഒരു സ്റ്റുഡൻ്റാണ്, നിങ്ങളെപ്പോലെ തന്നെ പഠിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഈ ഒരു ബാച്ച് യൂസ് ആവും എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ബാച്ചിൽ ട്രൈ ചെയ്തു, ഡിസംബർ 2024 ട്രൈ ചെയ്തു, അപ്പോഴൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പോൾ ബാച്ചിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ ഡിസംബർ എക്സാംസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഡിസംബർ 2025 വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ എളുപ്പമായിട്ട് ക്ലാസ് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളിപ്പോൾ ഡിസംബറിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് 1 ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് 1 ജോയിൻ ചെയ്യാം. ഗ്രൂപ്പ് 1 ഫീ വരുന്നത് വെറും 2500 രൂപയാണ്. എന്തുകൊണ്ട് ഞാൻ 2500 ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പലരിലും ക്ലാസ് വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്, വലിയ എമൗണ്ടൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നത് കൊണ്ടാണ് ഞാൻ വളരെ ചെറിയൊരു ഫീ ഇട്ടേക്കുന്നത്. 2500 എന്ന് പറയുന്നത് 4 സബ്ജക്റ്റിനും കൂടിയാണ്, 4 സബ്ജക്റ്റിനും കൂടിയാണ് നമുക്ക് ഈ 2500 വരിക. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ഒരു സബ്ജക്റ്റിനൊക്കെ തന്നെ 3000 എബോവേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇത്രയും ചെറിയ റേറ്റിലാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. നിങ്ങൾക്ക് നല്ല യൂസ് ആവും കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് 1 വേണം എന്നുള്ളവർക്ക് ഗ്രൂപ്പ് 1 ജോയിൻ ചെയ്യാം. അത് നമ്മൾ ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യുന്നു, ഒക്ടോബർ 20 വരെയാണ് വരുന്നത്. ജൂലൈ 5 തുടങ്ങി ഒക്ടോബർ 20 ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കും. ഡെയിലി 3 അവർ ക്ലാസ് ആണ് വരുന്നത്. ക്ലാസ്സിനൊപ്പം നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സസ് തരും, പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് തരും, നോട്ട്സിൻ്റെ PDF തരും, ദെൻ MCQൻ്റെ PDF തരും. ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ എല്ലാം ഡിസ്കസ് ചെയ്യും. നമ്മുടെ 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ എല്ലാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുകയും ചെയ്യും.
സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു പ്ലേസിൽ കിട്ടുകയാണ്. സാധാരണ നമുക്ക് ക്ലാസ്സസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് നോട്ട്സ് നമ്മുടെ കയ്യിലൊരു PDF ആയിട്ട് എല്ലാം പല പല വഴിക്കായിരിക്കും. നമ്മളെല്ലാം കൂടി ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും അല്ലേ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ എല്ലായിടത്തു നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരും. സോ അത് നല്ലൊരു നമ്മളെ സംബന്ധിച്ച് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർ മാത്രമേ ചെയ്യത്തുള്ളൂ. അല്ലാത്തവർ ജസ്റ്റ് നോട്ട്സ് മാത്രം നോക്കിപ്പോവും. അങ്ങനെയല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ക്ലാസ് തരുന്നുണ്ട്, ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് തരുന്നുണ്ട്, അതിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറും കൂടി തരുന്നുണ്ട്. 5 അറ്റംപ്റ്റിൻ്റെ പ്രീവിയസ് ഇയറും അത് ക്ലാസ്സിൽ പറഞ്ഞിട്ട് തന്നെയാണ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ദെൻ MCQൻ്റെ PDF തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. വളരെ ചെറിയ ഫീയേ ഉള്ളൂ, 2500 ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഗ്രൂപ്പ് 2 ആണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഗ്രൂപ്പ് 2 ആണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഫീസ് 2500 തന്നെയാണ്. ഇതും 4 സബ്ജക്റ്റിനും കൂടി തന്നെയാണ് ഈ ഫീ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇത് ജൂലൈ 5 തന്നെയാണ് തുടങ്ങുന്നത്. സെയിം മറ്റതുപോലെ തന്നെയാണ്. ജൂലൈ 5 തുടങ്ങി ഒക്ടോബർ 20 ഇത് അവസാനിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്കതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരുന്നുണ്ട്. അതിൽ പ്രീവിയസ് ഇയറും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നോട്ട്സ് ഉണ്ട്, ദെൻ MCQ ഉണ്ട്. ക്ലിയർ? ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുവാണ്. ഇനി ബോത്ത് ഗ്രൂപ്പ് എടുക്കുന്നവർ കാണുമല്ലോ, ബോത്ത് എഴുതാൻ ഉദ്ദേശിക്കുന്നവർ കാണും. ബോത്ത് എഴുതുന്നവർക്ക് 5000 ആണ് വരിക. കാരണം 2500 രണ്ട് ഗ്രൂപ്പിൻ്റെയും കൂടെ വന്നിട്ട് 5000 ആണ് വരിക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ 8 സബ്ജക്റ്റിനും കൂടിയാണ് ഈ 5000 വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെന്തൊക്കെയാണ് നിങ്ങൾക്ക് ജൂലൈ 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒക്ടോബർ 30 വരെയാണ് വരുന്നത്. കാരണം നമുക്ക് ഒന്നുകൂടിയൊക്കെ കുറച്ചുകൂടി പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ ഇതും ഡെയിലി നിങ്ങൾക്ക് 3 അവർ തന്നെയാണ് കേട്ടോ. 3 അവറാണ് ഡെയിലി ക്ലാസ് വരുന്നത്. ഗ്രൂപ്പ് വൈസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെയിലി 3 മണിക്കൂറേ ക്ലാസ് ഉണ്ടാവും. ബോത്ത് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 5 അവേഴ്സ് 5.5 അവേഴ്സ് വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ക്ലാസ് കേൾക്കുക, ഞാൻ തരുന്ന നോട്ട്സ് എഴുതി എടുക്കുക, ഞാൻ തരുന്ന പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, തിയറി പഠിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ചെയ്താൽ മാത്രം മതി. ഒക്ടോബർ 30 ആകുമ്പോൾ നിങ്ങളുടെ ക്ലാസ് കാര്യങ്ങളൊക്കെ കഴിയും. ഈ ഒരു പീരീഡിൽ ഞാൻ പറഞ്ഞ ഈ ജൂലൈ 5 മുതൽ ഒക്ടോബർ 20 അല്ലെങ്കിൽ ഒക്ടോബർ 30 എന്ന് പറയുന്ന ഈ പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് 2 ടൈംസ് റിവിഷൻ നടക്കും. എങ്ങനെയാണെന്നറിയോ? ക്ലാസ് കാണുന്നതിനോടൊപ്പം നമ്മൾ എന്തായാലും അത് പഠിക്കുമല്ലോ. അതിന് പുറമെ ഇന്ന് നിങ്ങൾ കാണുന്ന കാര്യം നാളെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യുക. ദെൻ 3rd ഡേ വരുമ്പോൾ 1st ഡേ 2nd ഡേ റിവൈസ് ചെയ്യുക. 4th ഡേ വരുമ്പോൾ 1st 2nd 3rd 3 ദിവസത്തെ റിവൈസ് ചെയ്യുക. അങ്ങനെ റിവൈസ് ചെയ്ത് ഒരു 1 വീക്ക് കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യുക. ദെൻ അതവിടെ നിർത്തുക. ദെൻ അടുത്ത വീക്കിൽ പുതുതായിട്ട് വീണ്ടും അടുത്ത രീതി സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ ഒക്ടോബർ ഈ പറഞ്ഞ എൻഡ് ഡേറ്റ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ടൈംസ് റിവിഷൻ നടക്കും. ദെൻ അതിനുശേഷം ഈ പറഞ്ഞ ഡേറ്റ്, അതായത് ഒക്ടോബർ 20 അത് ഗ്രൂപ്പ് വൈസ് എടുക്കുന്നവർക്ക്, ഒക്ടോബർ 30 ബോത്ത് ഗ്രൂപ്പ് എടുക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് ആ പീരീഡ് കഴിഞ്ഞ് നിങ്ങളുടെ എക്സാം വരുന്ന ഏകദേശം ഡിസംബർ ആ ഒരു ടൈമിലാണ് എപ്പോഴും എക്സാം വരിക. ഡിസംബർ 10 അല്ലെങ്കിൽ 11 വരിക. അപ്പോൾ ആ ടൈം വരെ, ആ ടൈം വരെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഞാൻ ഗൈഡൻസ് തരും. ഡെയിലി ടാർഗറ്റ്സ് തരും. ഇന്ന പോർഷൻ തീർക്കണം എന്നുള്ളത് ഞാൻ തരും. അപ്പോൾ ഈ നിങ്ങളുടെ എൻ്റെ ഡേറ്റ് എത്തി നിങ്ങൾക്ക് ഈ എക്സാം ടൈം വരെ പിന്നെയും 2 ടൈം റിവിഷൻ, ഇങ്ങനെ 4 ടൈംസ് റിവിഷനാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ടൈം നമ്മൾ ഫസ്റ്റായിട്ട് ബേസിക്കായിട്ട് പഠിക്കുന്ന ഒരു 1 ടൈം റിവിഷൻ. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന ആ ഒരു 2nd ടൈം റിവിഷൻ. ദെൻ ഈ പീരീഡ് എൻഡ് ആയതിനു ശേഷം എക്സാം ടൈം വരെ നിങ്ങൾക്ക് 2 ടൈംസ് റിവിഷൻ കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ്സ് തരും. ഡെയിലി ടാർഗറ്റ്സ് എന്ന് പറയുമ്പോൾ 4 ചാപ്റ്റേഴ്സ് 5 ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും ഞാൻ തരിക. അപ്പോൾ നിങ്ങൾക്കത് ഹെക്റ്റിക്കായിട്ട് തോന്നണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ട് മുന്നേ ഡെയിലി അന്നത്തത് അന്ന് തന്നെ പഠിച്ച് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ആ ഒരു 20 അല്ലെങ്കിൽ 40 ഡേയ്സിൻ്റെ ആ ഒരു റിവിഷൻ പീരീഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ പക്ക, കാരണം ഒരു ദിവസം 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ മാറ്റി വെക്കാൻ നിങ്ങൾക്കില്ലയോ? നമുക്ക് 24 മണിക്കൂറില്ലേ? അതിനകത്ത് ഈ 24 അവേഴ്സിന് ഇത്ര ചെറിയ ടൈം മാറ്റി വെച്ച് അതിനുവേണ്ടി നോട്ട്സൊക്കെ എഴുതി ഡെയിലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് ഞാൻ ക്ലാസ് തന്നെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ചില കുട്ടികൾക്ക് ഗ്രൂപ്പ് ഫുള്ള് വേണ്ടി വരില്ല. ചില സബ്ജക്റ്റൊക്കെ അറിയുന്നുണ്ടാവും, ചിലത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അറിയാത്ത സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, സബ്ജക്റ്റ് വൈസ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്താലും 700 റുപ്പീസാണ് വരുന്നത്, ഏത് സബ്ബായാലും.
ഈ 8 സബ്ജക്റ്റിൽ ഏതെടുത്താലും 700 റുപ്പീസാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം ചിലത് അറിയുന്നവർ കാണും, ഇപ്പോൾ ലോ അറിയാം, ടാക്സ് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ കോസ്റ്റ് അറിയാം, അക്കൗണ്ട്സ് അറിയില്ല. അപ്പോൾ അങ്ങനെ ചിലത് അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അറിയുന്നില്ലാത്ത സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ 700 നിങ്ങൾക്ക് വാങ്ങാം. പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുന്ന ടൈമിൽ തന്നെ സ്പോട്ടിൽ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സസ് ഫുള്ള് അയച്ചു തരും. ഒരുമിച്ചാണ് അയക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് കാണാം. സബ്ജക്റ്റ് വൈസ് എടുക്കുന്നവർക്ക്. ഗ്രൂപ്പ് വൈസ് എടുക്കുന്നവർക്ക് ഞാൻ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഡെയിലി എൻ്റെ ഗൈഡൻസിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു എക്സാം ടൈം വരെ പോകുന്നുണ്ടാവുക. സോ ഇത് നിങ്ങളെ സംബന്ധിച്ച് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ചെറിയ ഫീല് ഒരു സബ്ജക്റ്റിന് 700 ഒന്നും നമുക്ക് എങ്ങൊന്നും കിട്ടത്തില്ലടാ. അപ്പോൾ അത്രയും നല്ലൊരു ഫീല് ഞാൻ ഇത്രയും ഇട്ടേക്കുന്നത് തന്നെ ഒരുപാട് പേർക്ക് യൂസ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്നിട്ടും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്, ഈ ആൾക്കാരിലേക്കാണ് ഇതിൻ്റെ റീച്ച് പോകുന്നത്. അധികം പേര് ഇങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഗെയിൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാരണം ജോയിൻ ചെയ്തവരൊക്കെ പറയുന്നുണ്ട് നല്ല യൂസായി, ഇത്രയും ചെറിയ ഫീൽ ഇത് കിട്ടത്തില്ല, ഇത് നല്ല യൂസാണ്, യൂസ്ഫുൾ ക്ലാസ് ആണെന്നൊക്കെ ഒരുപാട് ഫീഡ്ബാക്ക്സ് വന്നു. അപ്പോൾ പക്ഷേ അതിനും വേണ്ടിയിട്ടുള്ള ആ ഒരു റീച്ച് ഇതിന് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അനലൈസ് ചെയ്ത് ഏതൊക്കെ ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഈ കണ്ടക്ട് ചെയ്യുന്നത്. സോ മാക്സിമം നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാനിവിടെ ഒന്നും കൂടി നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. നമ്മൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് ചാപ്റ്റേഴ്സൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മുടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള ലോ ഞാൻ നിങ്ങൾക്ക് 86 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. അതിൽ കമ്പനി എടുക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയലിലെ 5 ചാപ്റ്റേഴ്സും എത്തിക്സും ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്ത് തരും. ഇത് 3 നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിക്കുക. കമ്പനീസ് അത്യാവശ്യം ഉണ്ട് എങ്കിലും ഇത് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ MCQ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുമ്പോൾ നമുക്ക് 76 മാർക്കാവും. പിന്നെ 10 മാർക്ക് നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ കോൺട്രാക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ, പാർട്ണർഷിപ്പ്, LLP അതിൻ്റെ എല്ലാം MCQs ഞാൻ തരും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 86 മാർക്കിന് എക്സാം അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയായാലും 70 കിട്ടും. ഓക്കെ, 70 എബോവ് കിട്ടും. നല്ല കറക്റ്റ് എഴുതി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെയാണ് ഞാൻ ലോ പ്ലാൻ ചെയ്തേക്കുന്നത്. ദെൻ നെക്സ്റ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഞാൻ നിങ്ങൾക്ക് 100 മാർക്കിന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 128 മാർക്കിനാണ്. അതിൽ നിന്ന് നമുക്ക് 100 മാർക്ക് ഓപ്ഷൻ ചൂസ് ചെയ്തെടുക്കാനാണ് പറ്റുക. സോ ഞാൻ നിങ്ങൾക്ക് 100 മാർക്കിന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്, AS6 ഉണ്ട്, ആ AS6ഉം എടുക്കുന്നുണ്ട്. ദെൻ ഇൻഷുറൻസ്, ബ്രാഞ്ച് കൺസൈൻമെൻറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർ, NPO, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, ഹയർ പർച്ചേസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇതെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു NPOയുടെ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല, അല്ലാതെയും ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയറും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 11 ചാപ്റ്റേഴ്സാണ് ഞാൻ ഫിനാൻഷ്യൽസിൽ നിങ്ങൾക്ക് എടുക്കുക. 100 മാർക്ക് നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് 100 മാർക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് കോസ്റ്റിങ്ങിലും ഞാൻ നിങ്ങൾക്ക് 128 100 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വളരെ സിമ്പിളാണ്, ഇതിന് എപ്പോഴും ചോദിക്കുന്നതുമാണ്. കോൺട്രാക്ട്, പ്രോസസ്സ്, മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്സ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ്, മാർജിനൽ ബഡ്ജറ്റ്, ഇങ്ങനെ 11 ചാപ്റ്റേഴ്സാണ് കോസ്റ്റിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ബേസിക്കലി നമുക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും എടുക്കുന്നുണ്ട്, പ്രീവിയസ് ഇയർ എടുക്കുന്നുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ തരാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ടാക്സേഷനിൽ വരുമ്പോൾ IDT ഞാൻ ഫുൾ എടുക്കുന്നുണ്ട്. IDT നമുക്ക് 12 ചാപ്റ്റേഴ്സ് മറ്റോ ആണ്, അത് എടുക്കുന്നുണ്ട്. കസ്റ്റംസും കൂടി ചേർത്ത് ടോട്ടലായിട്ട് നമുക്ക് 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട്. ഇൻ ഡീറ്റെയിൽ അതിൻ്റെ എല്ലാ മാക്സിമം ക്വസ്റ്റ്യനും എടുത്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ എടുത്തിട്ടുണ്ട്. ദെൻ DTയിലേക്ക് വരുമ്പോൾ റെസിഡൻഷ്യൽ, സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, IFOS, CG, സെറ്റ് ഓഫ് 5 ഹെഡ്സും പിന്നെ റെസിഡൻഷ്യലും സെറ്റ് ഓഫും ഇത്രയും എടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം അതിനകത്ത് IDT ഫുൾ എടുക്കുന്നുണ്ട്. IDT മെയിൻ ഫോക്കസ് കൊടുക്കുക, അപ്പോൾ തന്നെ 60 മാർക്ക് നമുക്ക് സെക്യൂർ ആയി. ദെൻ ഈ ചാപ്റ്റേഴ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 ക്വസ്റ്റ്യനെ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് IDT ഫുള്ള് പഠിക്കുവാണെങ്കിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ കിട്ടും, പിന്നെ 2 ക്വസ്റ്റ്യനേ പറ്റൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാനാണ് പറ്റുക. എങ്കിലും ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഇതിൽ നിന്ന് ഏതെങ്കിലും 2 ക്വസ്റ്റ്യനെ നമുക്ക് എടുക്കാൻ പറ്റും. ശരിക്കും ഇതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ നിന്ന് പിന്നെയും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിന് ഞാൻ വിട്ട് തന്നേക്കാണ്. ബാക്കിയൊക്കെ കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിൽ മാത്രം ഞാൻ നിങ്ങളുടെ ചോയ്സിന് വിടുകയാണ്. കാരണം DTയിൽ ഞാനിപ്പോൾ സെലക്റ്റീവായിട്ട്, കാരണം ഇത് രണ്ടുമാണ് എപ്പോഴും ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. ദെൻ സെറ്റ് ഓഫും ഹൗസ് പ്രോപ്പർട്ടിയാണ് എപ്പോഴും ഒരു സെറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ബാക്കി വരുന്ന ഈ ചാപ്റ്റേഴ്സ് ഹൗസ് പ്രോപ്പർട്ടി PGBP, IFOS, CG പഠിക്കണ്ടേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ബേസിക്കലി നമ്മൾ ഇൻ്റർമീഡിയറ്റിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഈ ഒരു
ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരാൾ നമ്മളോടൊരു ഡൗട്ട് ചോദിച്ചാൽ ഞാൻ അന്ന് PGBP പഠിച്ചില്ല, IFOS പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അത്ര റിലവൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഹെഡ് ആയതുകൊണ്ട് ഞാനത് എടുത്തതാണ്. അല്ലാതെ ഓപ്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ IDT ഫുള്ള് പഠിച്ചിട്ട് DTയിലെ ഈ റെസിഡൻഷ്യൽ സാലറി, HP ആൻഡ് സെറ്റ് ഓഫ് 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടും. പിന്നെ PGBP, IFOS, CG ഇത് മൂന്നും നിങ്ങൾക്കൊന്ന് ജനറലായിട്ട് അറിഞ്ഞിരിക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ രീതിക്കാണ്. ഇതിൻ്റെ എല്ലാ നോട്ട്സും PDF, നമ്മുടെ MCQ PDFും പ്രീവിയസ് ഇയറും നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഇനി അത് കഴിഞ്ഞ് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ OPM SM ആണ് ആദ്യം എടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് 80 മാർക്കിനാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. SM ഫുൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് 54 മാർക്കിനാണ് വരിക. ദെൻ അതിനുശേഷം OPMൽ നിന്ന് 3 ക്വസ്റ്റ്യനാണ് തിയറിറ്റിക്കലി ചോദിക്കുക. ആ 3 ക്വസ്റ്റ്യനും പിന്നെ അതിൻ്റെ MCQs, അങ്ങനെ ടോട്ടൽ 80 മാർക്കിനാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് OPM SM. കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ഞാൻ നിങ്ങൾക്ക് 100 മാർക്കിന് എടുക്കുന്നുണ്ട്. എടുക്കുന്ന സബ്ജക്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഓഡിറ്റ് ഫുൾ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് 3 ക്വസ്റ്റ്യൻ കിട്ടും. ദെൻ ഷെയർസ് ഡിബഞ്ചേഴ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് കിട്ടും. ദെൻ ഇൻഷുറൻസ് ബാങ്കിങ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടോട്ടൽ 5 ക്വസ്റ്റ്യൻ. ഇതുവരെ പഠിക്കുമ്പോൾ തന്നെ 5 ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാനായി. 5 ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റും, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് ഇതിൽ മറന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് ആൾട്ടർനേറ്റീവായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഫ്ലോയും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓഡിറ്റ് തിയറിയാണ്. ആ തിയറി നിങ്ങൾ ശരിക്കും നമ്മൾ പ്രോബ്ലത്തിനേക്കാളും തിയറി ഫോക്കസ് കൊടുക്കുകയാണെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന മാർക്ക് കറക്റ്റ് അതുപോലെ കിട്ടും. പ്രോബ്ലത്തിന് കിട്ടും, പക്ഷേ അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മുടെ എൻ്റെ ആൻസറിനെ ബാധിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും തിയറി പ്രൊമോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓഡിറ്റ് ഫുൾ എടുത്തേക്കാണ്. ഇത്തവണത്തെ കഴിഞ്ഞ എക്സാമിന് നമ്മൾ കൊടുത്ത നോട്ട്സ് എല്ലാം അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് നോക്കുക കേട്ടോ. ഞാൻ അടുത്ത വന്നിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സിൽ വരുമ്പോൾ അത് 100 മാർക്കിനാണ് പഠിപ്പിക്കുന്നത്. ഡേറ്റ അനലിറ്റിക്സ് ഫുൾ എടുക്കുന്നുണ്ട്. അതിന് 3 ക്വസ്റ്റ്യനാണ് വരിക. അതിന് അതിൻ്റെ MCQ തരുന്നുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ, ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ടും തിയറിയാണ്. ഇത് രണ്ടും എടുക്കുന്നു. ദെൻ സോഴ്സ് ഓഫ് ഫിനാൻസ്, ഫിനാൻഷ്യൽ ഡിസിഷൻ, ടൂൾസിൽ റേഷ്യോ ഉണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്, ഫണ്ട് ഫ്ലോ ഉണ്ട്. ഇത് 3ഉം നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കുക. പിന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. അത് ഞാൻ എടുത്തിട്ടില്ല. അത് നമുക്കിപ്പോൾ ഓപ്ഷൻ നമുക്ക് 5 ക്വസ്റ്റ്യനിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ദെൻ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യനും ദെൻ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചേർത്ത് അപ്പോൾ തന്നെ 2 ക്വസ്റ്റ്യൻ ആയി. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആ 2 ചാപ്റ്റേഴ്സ് എടുത്തിട്ടില്ല. ഇത്രയും പഠിച്ചാൽ തന്നെ 100 മാർക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ അവിടെയും ഞാൻ നിങ്ങൾക്ക് 100 മാർക്കിനാണ് എടുക്കുന്നത്. നമുക്ക് ടോട്ടൽ 10 ചാപ്റ്ററിൽ 8 ചാപ്റ്ററാണ് എടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ, റെസ്പോൺസിബിലിറ്റി, ഇത് രണ്ടും ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ തന്നെ അവിടെ 14 മാർക്ക് നമ്മളിപ്പോൾ കൊടുത്ത നോട്ടിൽ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ ബഡ്ജറ്റ്, ഡിവിഷണൽ ഡിസിഷൻ തിയറി, ABC ഇതെല്ലാം ചോദിക്കും. വളരെ സിമ്പിളാണ്, പക്ഷേ ഒന്നും കൂടി ആപ്ലിക്കേഷൻ ലെവലിലാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് 2 സബ്ജക്റ്റും ഒന്നും കൂടി ആപ്ലിക്കേഷൻ ലെവൽ കൂട്ടിയിട്ടാണ് അവർ ചോദിക്കുക. സാധാരണ ബാക്കി 6 സബ്ജക്റ്റ് ചോദിക്കുന്ന ആ ഒരു ഇതിലല്ല, കുറച്ചും കൂടി ഒന്നും കൂടി ആപ്ലിക്കേഷൻ ലെവൽ കൂട്ടിയിട്ടാണ് ഈ 2 സബ്ജക്റ്റും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന ഏരിയ വരും എങ്കിലും അവർ കുറച്ചും കൂടിയൊക്കെ മാറ്റിയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ കിട്ടുന്നതൊക്കെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബാച്ചിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാനിതിൽ തരിക. ഈ ക്ലാസ്സും നോട്ടും പ്രീവിയസ് ഇയറും MCQ PDFും എല്ലാമാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ തരിക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഗ്രൂപ്പ് 1ന് 2500 ഉള്ളൂ, ഗ്രൂപ്പ് 2ന് 2500 ഉള്ളൂ. ബോത്ത് ആണെങ്കിൽ 5000 ആണ് വരിക. പെർ സബ്ജക്റ്റ് ആണെങ്കിൽ 700 ആണ്. കംപ്ലീറ്റ് ഗൈഡൻസിലായിരിക്കും പോവുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചോദിക്കാം. നിങ്ങൾക്കത് ക്ലിയർ ചെയ്ത് തരും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് വരിക. എല്ലാവരും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ ഈ ഒരു ബാച്ചിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടത്, നിങ്ങളുടെ നെയിം എന്താണെന്നും കൂടി മെൻഷൻ ചെയ്യണേ. പൊതുവിൽ ഞാൻ പറയുന്നതാണ്, പക്ഷേ ആരും പേര് പറയാറില്ല, ഗ്രൂപ്പ് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. താല്പര്യമുള്ളവർ മാത്രം, ഞാൻ ഫീ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ മാത്രം ഈ ഇതിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടത് എന്നുള്ളത് പറയുക. ദെൻ ഞാൻ അതിൻ്റെ ഫർദർ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജൂലൈ 5th സ്റ്റാർട്ട് ചെയ്യുക. ഇനി വളരെ കുറച്ച് ദിവസം ഇപ്പോൾ ജൂലൈ 2nd ആയി. ഇന്ന് 3rd 4th കൂടെ ഉള്ളൂ. 5th വെളുപ്പിന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ വെളുപ്പിനാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഷെയർ ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ആ 3 അവർ അല്ലെങ്കിൽ 5 അവർ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക കേട്ടോ.
ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, എല്ലാവർക്കും കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുക, എക്സാം ആവുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുക. കാരണം നമ്മുടെ റിസൾട്ട് വരുമ്പോൾ തന്നെ ഏകദേശം 2 months ഇനിയും കഴിയും. അപ്പോൾ അത് ടൈം കളയാതെ നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. ബാക്കി വരുമ്പോൾ നമുക്ക് കിട്ടുന്നെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടൈം പോകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇത് കുറച്ച് ടൈം ആയല്ലോ, ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നല്ല കൂളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് മാറി വീണ്ടും ആ ഒരു സ്റ്റഡീസിൻ്റെ ട്രാക്കിലേക്ക് വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും. ഓൾ ദ ബെസ്റ്റ്.